Your attention, please. എത്രയാമത്തെ? 200 ചേട്ടാ. ഗൾഫിന്നല്ലേ? അതെ. ചെറുത് വിലയുണ്ടോ? ശരിയാക്കടാ, ഇവിടെ ഇല്ലേ? ശരിട്ടാ ചേട്ടാ. നോക്കിയോളൂട്ടാ. നോക്കിയോളോ. ഉടനെ വിലയുണ്ടാ? ഇല്ലില്ല. ശരിട്ടാ, ഓക്കെ പോട്ടെ. ഓക്കേടാ. ഫോണിലല്ലേ? സുധീറേ, എത്ര വർഷമായിടാ നിന്നെ കണ്ടിട്ട്? സാരില്ലടാ. സുധീറേ, ഈ ജോലികളെല്ലാം നീ ഒറ്റയ്ക്കാണോ ചെയ്തത്? വേറെ ആരെയും ചെയ്യായിരുന്നില്ലേ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ? സാൽപ്രദീപ്, അതൊക്കെ എനിക്ക് ചെയ്യാനുള്ള ജോലി തന്നെയുള്ളൂ. വാ, നമുക്ക് ചോദിക്കാം. പറ വേറെ വിശേഷങ്ങളൊക്കെ. ഇവിടെ പഴയതുപോലെ തന്നെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല, ഇനി എന്നിട്ട് അടുത്ത പരിപാടി ഒരു കല്യാണമൊക്കെ വെച്ച് ഇനി ഇവിടെ കൂടാം, അത് നല്ലത്. സുധീറേ, 15 വർഷം പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഈ പ്രായത്തിൽ കല്യാണം, അതിന് സമയം കഴിഞ്ഞു. ഈ വീട് വിൽക്കാനുള്ള ഏർപ്പാടൊന്നും ചെയ്തായിരുന്നു? എന്താ പെട്ടെന്ന് കാര്യം? സമയം വളരെ കുറവാണ് സുധീറേ. എനിക്കിവിടെ ആരുള്ളത്? ഞാൻ ഒരു യാത്ര പോയി ആലോചിക്കുകയാണ്. എങ്ങോട്ട്? കുറച്ച് ദൂരെ. ദൂരെ എന്ന് പറയുമ്പോൾ? ദൂരെ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെ. നീ തെളിയിച്ച് പറ. നീ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പ്രതിഭടാ, ഞാനാ ദപ്പത്തി. വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അതെല്ലാം ശരിയാക്കാടാ. പെട്ടിയൊക്കെ പൊട്ടിച്ച ഞാൻ പറഞ്ഞ ഐഫോൺ കൊണ്ടുവന്നോ? എടാ, ഐഫോൺ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രതീക്ഷിക്കാത്ത വരവാണ്. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ കൂളി ക്ലാസ് നോക്കി. താങ്ക് യു പ്രതിഭട്ടാ. ആ ഇതത്. പിന്നെ വേറെ ഇവിടുത്തെ വിശേഷമൊക്കെ എന്തുണ്ട്? പെങ്ങൾ എന്ത് പറയുന്നു? പെങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഇതിങ്ങനെ ശരിയാൻ മതി. അമ്മയ്ക്ക് ഒട്ടും വയ്യ. അമ്മയ്ക്കൊരു ആഗ്രഹം മാത്രമുള്ളൂ, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും മരിച്ചാൽ മതി. പാവം ഒരുപാട് സഹിക്കുന്നുണ്ടാവും. എല്ലാവർക്കും കുറവുകളുണ്ട്. പറയുന്നൊന്നും തോന്നരുത്. പണ്ട് നീ CC പിടിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? അബൂക്കനെ ഓർമ്മയുണ്ടോ? 15 വർഷം മുന്നേ ആ ദിവസം. ഈ പേട്ടയിലല്ല അബു ഓട്ടോ ഓടിക്കുന്നത്? അതെ. എന്താ പ്രശ്നം? ആരുണ്ട് ഇവിടെ? അബു. അബുക്ക, അബുക്ക, നിങ്ങളെ തിരക്ക് ഒരാൾ വന്നിട്ടുണ്ട്. മോനെ, എന്താ കാര്യം? എന്റെ എനിക്ക് കാര്യം അറിയില്ലേ? ഞങ്ങൾ മാറ്റ ഫിനാൻസിന്ന് വരാണേ. ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ കാണേ. ഒരു ചിറ്റ് കിട്ടാണ്ട്, അത് കിട്ടിയാൽ കുറച്ച് കാശ് കൊടുന്ന് തരാം. നിങ്ങൾ ഇടങ്ങറുണ്ടാക്കരുത്. അടവ് തെറ്റി ഇതിപ്പോൾ 6ാമത്തെ മാസം. തിരിച്ചടയ്ക്കാനുള്ള ഉദ്ദേശമില്ലേ? എന്താ ഇക്കയുടെ ഉദ്ദേശം? അടയ്ക്കാൻ വല്ല മാർഗമുണ്ടോ? ചോനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല.
നിൻ്റെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം കൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ചിട്ടി കിട്ടി കഴിഞ്ഞാൽ ഞാൻ കൊടുന്നേരാം. അപ്പൊക്ക ഈ നാടകം കളിക്കാം പൈസ താൻ അടച്ചാലില്ലെങ്കിലും വണ്ടി ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ലട്ടാ. എന്നാ കാശ് നീ താടാ. പഠിച്ചാലാണ് നിങ്ങളെ കാര്യം പിടിക്കാം. വണ്ടി കൊണ്ടുവരില്ല, വണ്ടി കൊണ്ടുപോകും. നമ്മളൊരു അരിപ്രശ്നമാണ്. ലോൺ എടുക്കണ നേരത്തൊക്കെ ആലോചിക്കേണ്ടി വരും നിൽക്കുക, തിരിച്ചടക്കേണ്ട കാര്യമൊക്കെ. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ലട്ടാ. കാക്കൊരു സാവകാശം കൊടുത്തൂടെ? എന്റെ വണ്ടി കൊണ്ടുപോകല്ലേ നമുക്ക് താങ്ങാൻ പറ്റിയിടിച്ചോളൂ. കൊണ്ടോട്ടെ. പൈസ പിടിക്കാം. അതെ, അബുക്കാന്റെ ചിട്ടി കിട്ടുമ്പോൾ ആ പൈസ മുടക്കുന്ന പൈസയും മുതലും കൂടാതെ നിങ്ങൾ അന്വേഷിച്ച് വന്നതിന്റെ കാശും കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് വണ്ടി തിരിച്ചു തരും. ഞങ്ങൾ മുടക്കിന്റെ പൈസ തന്ന വണ്ടി തരാന്ന് പറയുന്നത്. അടവ് നിങ്ങളിപ്പോൾ മുടക്കി വീട്ടിൽ വന്നതിന്റെ എക്സ്ട്രാ കാശും കൂടി തരണം, എന്നാലും നിങ്ങൾക്ക് തിരിച്ച് വണ്ടി തരണം. മുടക്ക് പൈസ ഞങ്ങൾ അടക്കുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ള പൈസ അടവിൽ കൂടെ കയറ്റി തന്നാ പോരെ? അത് പറഞ്ഞാൽ പോരാ, നിങ്ങൾ എല്ലാ അടവും കംപ്ലീറ്റ് അടച്ചു തീർത്താലും നിങ്ങൾക്ക് വണ്ടി കിട്ടുമോ? സംഭവത്തിന് ശേഷം അബുക്ക ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവർക്ക് കയറി കിടക്കാൻ ഒരു കിടപ്പടം പോലുമില്ല. മോനെ പഠിച്ചോന്ന് വിചാരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ അരിപ്രശ്നമാണ്. ആ, നിനക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം സുധീര. നജീബ്, ഇവിടെ ആരുമില്ലേ? ആ മോനുട്ടി, മാമനില്ലേ അത്? ഞങ്ങളുടെ മൂത്താപ്പിയ മാത്രല്ലോ. മോളെ, നജീബ് മാമനില്ലേ ഇവിടെ? അങ്കിളേ മാമനെ കാണാൻ വന്നതാ, ഒന്ന് വിളിക്കോ? മൂത്താപ്പ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാലോ. മക്കള് പോയി മൂത്താപ്പനെ ഒന്ന് വിളിച്ചിട്ട് വരും, ഒരു കാര്യം പറയാനുണ്ട്. ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാന് ആഹിറത്തിൽ ആയിരത്തിലൊരുവനായി ഞാൻ നകത്തി ചേറ് തിന്ന് കരകളഞ്ഞ ആയിരങ്ങൾ ഞാൻ പരത്തി. ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന്. ആ, ഇതാണോ നിങ്ങളുടെ മൂത്താപ്പ? എന്റെ പൊന്നോ, പിടിച്ചതിന് വലുതായിട്ട് ആളയില്. മക്കളൊരു കാര്യം ചെയ്യോ, നിങ്ങളുടെ മാമ വരുമ്പോ അങ്കിള് വന്നൊന്നും പറയൂ കേട്ടാ. വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നിട്ടല്ലോ, എന്താ കാര്യം? സംഭവിക്കാൻ പാടുള്ളതൊക്കെ സംഭവിച്ചു പോയി. ഇനി നിനക്കൊരു ജീവിതം വേണ്ട. ഇത് നീ വാങ്ങണം. എന്താ ഇത് നിനക്ക് ആവശ്യപ്പെട്ടാണ്. ഇത് നീ വാങ്ങണം. ഇതിനൊക്കെ പകരം തരാൻ എൻ്റെ ഒന്നുമില്ല. നജീബേ, ഈ ലോകത്ത് പാവപ്പെട്ടവനും പണക്കാരനും മനസ്സുകൊണ്ടൊന്നും ആഗ്രഹിക്കുന്നത് സമാധാനമായി ഉറങ്ങാനും മനസ്സ് തുറന്നൊന്ന് പുഞ്ചിരിക്കാനും. ഇപ്പം നിന്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയില്ലേ, അത് മതി ഞങ്ങൾക്ക്. ഇക്ക ഒന്നേ ഈദ് മുബാറക്.